ഇത് മാസ് മോട്ടോഴ്സിന്നാണ്. ഹോണ്ടയുടെ ഡിയോ വണ്ടി ജനറൽ സർവീസായിട്ട് കയറ്റിയിട്ടുണ്ട്. സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ബാക്ക് ബ്രേക്കിൻ്റെ ലൈനറൊക്കെ ചെക്ക് ചെയ്യാനും ക്ലീൻ ചെയ്യാനൊക്കെ അയച്ചിട്ടുണ്ട്. ബ്രേക്ക് ലൈനർ കമ്പനി ലൈനർ കിടക്കുന്നത് ഹോണ്ടയുടെ ഒറിജിനൽ ലൈനർ തന്നെയാണ്. അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട്. നമുക്ക് ആ ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യുക. ലൈനർ പറഞ്ഞിട്ടുള്ള പൊടിയൊക്കെ നല്ല രീതിയിൽ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റാക്കി എടുക്കാം. ബാക്കിലത്തെ ടയറിൻ്റെ കണ്ടീഷനായാലും അത്യാവശ്യം നല്ല ടയർ കിടക്കുന്നത്. ഹബിനായാലും വേറെ പറയാത്ത കംപ്ലൈൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ വീൽ ആക്സിൽ ഷാഫ്റ്റ് ആയാലും വേറെ പ്രോബ്ലം ഒന്നുമില്ല. ബെയറിംഗ് ഒന്നും വേറെ പ്രത്യേകിച്ച് കംപ്ലൈൻ്റ് ഒന്നുമില്ല കേട്ടോ. പിന്നെ അതിൻ്റെ എയർ ഫിൽറ്റർ ക്ലച്ചിൻ്റെ ഭാഗമൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. എയർ ഫിൽറ്റർ നമ്മൾ നോക്കുമ്പോൾ കമ്പനി ഫിൽറ്റർ തന്നെ കിടക്കണേ. കുറച്ച് പൊടിയൊക്കെ ഉണ്ട്. നമുക്ക് അടുത്ത സർവീസിൽ എന്തെങ്കിലും നമുക്ക് എയർ ഫിൽറ്റർ മാറ്റേണ്ടി വരും കേട്ടോ. കാരണം എന്ന് വെച്ചാൽ അപ്പോഴത്തേക്ക് അതിൻ്റെ ഏകദേശം ഒരുവിധം കാലാവധിയിലേക്ക് എത്തും. അടുത്ത സർവീസിൽ മാറ്റിയാൽ മതി. പിന്നെ ക്ലച്ച് ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. ക്ലച്ചിൻ്റെ ഉള്ളിൽ ഫുള്ള് നമ്മളൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട്. ക്ലച്ച് വർക്ക് ചെയ്തിട്ടുള്ള പൊടി കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ ആയാലും ക്ലച്ച് ഷാഫ്റ്റിൻ്റെ ആയാലും ഓയിൽ ലീക്കോ കാര്യങ്ങളൊന്നുമില്ല. അതേപോലെ തന്നെ ബെൽറ്റിൻ്റെ കണ്ടീഷൻ നമ്മൾ നോക്കി. കമ്പനി ബെൽറ്റ് കിടക്കുന്നത് ഹോണ്ടയുടെ ഒറിജിനൽ ബെൽറ്റ് തന്നെയാണ്. നിലവിൽ വേറെ പറയത്തൊക്കെ കംപ്ലയിൻറ്റ് ചെറിയൊരു വരയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ കംപ്ലയിൻറ്റ്സ് എന്ന് പറയാനായിട്ടൊന്നും ആയിട്ടില്ല. വേരിയേറ്റർ ബോഡി ആയാലും ബോസ് ഡ്രൈവ് റോളർ യൂണിറ്റാണത്. അത് നിലവിൽ ഓക്കെയാണ്. വേറെ പ്രോബ്ലം ഒന്നുമില്ല. പുതിയതാണത്. വലിയ കംപ്ലയിൻറ്റ് ആയിട്ടുള്ള. ബെൻഡെക്സിൻ്റെ ആയാലും വർക്കിംഗ് ഒക്കെ ഓക്കെയാണ്. ക്ലച്ച് യൂണിറ്റ് വരുന്ന ക്ലച്ച് ഷൂ വരുന്ന യൂണിറ്റാണ്. അതിൻ്റെ പെർഫോമൻസും വർക്കിംഗ് ഒക്കെ നമ്മൾ ചെക്ക് ചെയ്തു. പറയത്തൊക്കെ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. ഓൾറെഡി ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാൻ മതി. ക്ലച്ച് ഔട്ടർ ആയാലും വേറെ ഡാമേജോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. തേയ്മാനം അനുസരിച്ചിട്ട് ഡാമേജ് വരാറുണ്ട് ഈ ഭാഗത്തൊക്കെ. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ചെയ്യുന്ന വണ്ടികളിൽ പൊതുവേ കംപ്ലയിൻറ്റ്സ് വളരെ കുറവായിരിക്കും. പിന്നെ കിക്കർ വീലൊക്കെ ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്യുന്നുണ്ട്. ആ ബെൽറ്റും ക്ലച്ച് ഷൂക്ക് വർക്ക് ചെയ്തിട്ടുള്ള പൊടി ക്ലച്ച് കവറിൻ്റെ ഉള്ളിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഉണ്ട്. നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ആക്കാം. പിന്നെ നമ്മൾ ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് അതിൻ്റെ ചോക്കിൻ്റെ കേബിൾ നമ്മൾ ചെക്ക് ചെയ്യണ സമയത്ത് അത് ഉപയോഗിക്കാത്തതുകൊണ്ടായിരിക്കാം ഫുൾ ടൈറ്റായി പോയാൽ കാണാം. ചോക്ക് കേബിൾ നമ്മൾ എപ്പോഴും രാവിലെയൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, രാവിലെ ആയാലും വണ്ടി കൂടുതൽ നേരം വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ചോക്ക് അപ്ലൈ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അത് രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, വണ്ടി പെട്ടെന്ന് വാമായി വരും. രണ്ട്, നമുക്ക് ബാറ്ററിക്ക് ലൈഫ് കൂടുതൽ കിട്ടാനായിട്ട് അതൊരു കാരണമാണ്. കാരണം വണ്ടി സെൽഫ് അടിക്കുമ്പോൾ തന്നെ സ്പോട്ടിൽ വണ്ടി സ്റ്റാർട്ട് ആവുകയാണെന്നുണ്ടെങ്കിൽ സെൽഫ് മോട്ടർ വർക്ക് ചെയ്യണത് കുറച്ച് മതി. അപ്പോൾ ബാറ്ററിക്ക് അത്ര ലോഡ് കുറഞ്ഞിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ബാറ്ററിക്ക് ലൈഫ് കൂടുതൽ കിട്ടും. തന്നെയല്ല, നമുക്ക് പെട്ടെന്ന് വണ്ടി എൻജിൻ വാമിങ്ങിലേക്ക് പോകും. പെട്ടെന്ന് വാം ആയിക്കോളും കേട്ടോ. അപ്പോൾ അതൊന്ന് ഇപ്പോൾ നമ്മൾ മാറ്റിയിട്ടാലും നമ്മൾ ഉപയോഗിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ സെയിം സിറ്റുവേഷൻ, സെയിം കംപ്ലയിൻറ്റ് ഇതേപോലെ തന്നെ വീണ്ടും റിപ്പീറ്റ് വരും. അപ്പോൾ തൽക്കാലം നമുക്ക് ഇതൊന്ന് മാറ്റിയിട്ട് കേബിൾ മാറ്റണം, എന്തെങ്കിലും മാറ്റിയിടാം. കാരണം ഔട്ടർ വലിച്ചിലൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ മാറ്റിയില്ല എന്നുണ്ടെങ്കിൽ കുറേ കഴിയുമ്പോഴത്തേക്കും ചോക്ക് ലോഡായിട്ട് വരും. അപ്പോൾ അതില്ലാതിരിക്കാനായിട്ട് നമ്മൾ അതെന്തെങ്കിലും മാറ്റും കേട്ടോ. പിന്നെ അതേപോലെ തന്നെ എയർ ഫിൽറ്റർ പ്ലഗും കൂടി ഒരുമിച്ചാണ് മാറ്റേണ്ടത്. പ്ലഗും ഈ തവണ നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് കയറ്റിയിടാം. സെക്കൻഡറി ഫിൽറ്റർ യൂണിറ്റ് കുറച്ച് പൊടിയൊക്കെ ഉണ്ട്. അതൊന്ന് ക്ലീൻ ചെയ്തിട്ടാൽ മതി. സെക്കൻഡറി ഫിൽറ്റർ എന്ന് പറയുമ്പോൾ സീറ്റിൻ്റെ ഉള്ളിൽ ഈ ഭാഗത്തായിട്ട് തന്നെ. അപ്പോൾ അതും നമുക്ക് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം. പിന്നെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് കുഷ്യൻ്റെ ബുഷുകൾ കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ട്. ഈ ഗ്രീൻ ബുഷൊക്കെ ഡാമേജാണ്. അപ്പോൾ അതൊന്ന് ചേഞ്ച് ചെയ്തിടാം. ബ്രേക്കിൻ്റെ ലൈനറൊക്കെ നമ്മളൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്യുന്നുണ്ട്. കമ്പനി ലൈനറൊക്കെ കിടക്കുന്നത് പുതിയ ലൈനറാണ്. കംപ്ലയിൻ്റ് ആയിട്ടൊന്നുമില്ല. ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താണ്. പിന്നെയുള്ളത് സ്പീഡോമീറ്റർ വർക്കിംഗ് ചെക്കപ്പ് ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മീറ്റർ കേബിളൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. വണ്ടി സ്പീഡ് കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ സ്പീഡോമീറ്ററിൻ്റെ ഈ മെക്കാനിസം കോമ്പിനേഷൻ ആ ഈ ഫുൾ യൂണിറ്റാണ് അതിൻ്റെ പ്രോബ്ലം. കാരണം കിലോമീറ്റർ കൗണ്ട് ചെയ്യണം എന്നുള്ളതാണ് മെയിനായിട്ടുള്ള റീസൺ. അപ്പോൾ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് എമൗണ്ട് എത്ര വരുമെന്ന് ഞാൻ മീറ്റർ അടക്കം ചെയ്യുമ്പോൾ എത്ര വരുമെന്ന് ഒരു എസ്റ്റിമേറ്റ് ഞാൻ പറയാം. അപ്പോൾ അഫോർഡബിൾ ആണ്, നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ അത് മാറ്റിയിടണമാണ് നല്ലത്. എന്താ പറയാൻ കാരണം വെച്ചാൽ വണ്ടിയുടെ മെയിൻ്റനൻസ് കാര്യങ്ങളൊക്കെ കിലോമീറ്റർ ബേസ് ചെയ്തിട്ടാണ് വരാം. സർവീസ് ആയാലും ഓയിൽ ചേഞ്ച് ആയാലും അതിൻ്റെ ബാക്കിയത്തെ എല്ലാ മെയിൻ്റനൻസുകളും കിലോമീറ്റർ എത്ര ഓടി എന്നതിനനുസരിച്ചിട്ടാണ് നമ്മളെല്ലാം ചെയ്തു പോകണേ. അപ്പോൾ അത് കറക്റ്റ് വർക്ക് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അത് നോക്കി ക്ലിയർ ചെയ്തിടേണ്ടതും അത്യാവശ്യമാണ് കേട്ടോ. പിന്നെ ബാറ്ററി നമ്മളൊന്ന് ചെക്ക് ചെയ്യണുണ്ട്. 2024 മോഡൽ ബാറ്ററിയാണ് ഇത് ഇരിക്കുന്ന ബാറ്ററി. ആമറോണിൻ്റെ ബാറ്ററിയാണ്. അതിൻ്റെ വോൾട്ടൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ 13 വോൾട്ട് വരെ നമുക്ക് കിട്ടുന്നുണ്ട്. 2024 എന്ന് പറയുമ്പോൾ നല്ല പുത്തൻ ബാറ്ററിയാണ്. ബാറ്ററി നമ്മൾ ടെസ്റ്റിലേക്ക് കൊടുത്തിട്ടുണ്ട്. ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ ഓക്കെ ആയിട്ട് തന്നെയാണ് കാണിക്കുന്നത്. പുതിയ ബാറ്ററി ആണെങ്കിൽ പോലും ജനറൽ സർവീസിൽ ബാറ്ററി ടെസ്റ്റ് ഉള്ളത് കൊണ്ട് കൂടിയാണ് നമ്മളത് ചെക്ക് ചെയ്യണം കേട്ടോ. പ്രത്യേകിച്ച് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. കോൺടാക്റ്റൊക്കെ ഒന്ന് ലൂബ്രിക്കേഷൻ ചെയ്ത് കയറ്റിയിടാം. പിന്നെ ഫ്രണ്ടിലത്തെ ലിങ്ക് ബുഷുകളൊക്കെ ഒന്ന് അഴിച്ച് നമ്മൾ ഗ്രീസ് ചെയ്യുന്നുണ്ട്. അത് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി. പിന്നെയുള്ളത് നമുക്ക് അതിൻ്റെ എഞ്ചിൻ ഓയിലാണ്. എഞ്ചിൻ ഓയിലും കൊടുത്ത് ഇവിടെ മാറ്റി വിടുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് പറയാം. കാരണം എന്ന് വെച്ചാൽ എഞ്ചിൻ ഓയിൽ, അതേപോലെ തന്നെ ഫ്രണ്ടിലെ ഗ്രീൻ ബുഷ്, സ്പീഡോമീറ്റർ മെക്കാനിസം ഇതെല്ലാം ഉൾപ്പെടുത്തി അതിൻ്റെ ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് ഇട്ടേക്കാം. അപ്പോൾ വീഡിയോ കണ്ടുകഴിയുമ്പോൾ ഒന്ന് റിപ്ലൈ ഇടണം കേട്ടോ. അത് റിപ്ലൈ കിട്ടിയിട്ട് വേണം നമ്മൾ ബാക്കിയത്തെ വർക്ക് കംപ്ലീറ്റ് ചെയ്യുള്ളൂ. ബാക്കിയത്തെ ജനറൽ സർവീസുമായി ബന്ധപ്പെട്ട വർക്കുകൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം. മീറ്ററിൻ്റെ കേസൊക്കെ നമുക്കൊരു കൺഫ്യൂഷനുള്ളൂ. അത് നോക്കിയിട്ടൊന്ന് പറയാം. ഞാൻ അതുകൂടി ഉൾപ്പെടുത്തിയുള്ള എസ്റ്റിമേറ്റാണ് ഇപ്പോൾ വാട്സപ്പിലേക്ക് ഇടണേ. നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ മതി. അതനുസരിച്ചിട്ട് റിപ്ലൈ കിട്ടിയിട്ടാണ് നമ്മൾ വർക്ക് കംപ്ലീറ്റ് ചെയ്യുള്ളൂ കേട്ടോ.